പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് PM ശ്രീ. പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നീണ്ടുപോകുമ്പോൾ നഷ്ടം പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കുമാണ്. നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളിലെ സാധാരണ കുട്ടികൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന PM ശ്രീ പദ്ധതിയെപ്പറ്റി കൂടുതൽ അറിയാലേ ഇനി. അപ്പോൾ നമുക്ക് ജനം ക്യാമ്പയിനിങ് വാർത്തകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് കാണാം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും തർക്കങ്ങളും തുടരുമ്പോൾ നാം ഓരോരുത്തരും അറിയണം എന്താണ് PM ശ്രീ. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൈവരിക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്നും നാം അറിയണം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രധാന ആശയങ്ങളായ വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനം, അനുഭവാധിഷ്ഠിത പഠനം, നൈപുണ്യ വികസനം, മാതൃഭാഷ, പ്രാദേശിക ഭാഷയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള വിദ്യാഭ്യാസം, ഡിജിറ്റൽ വിദ്യാഭ്യാസം, തൊഴിൽ വിദ്യാഭ്യാസം, സമഗ്ര മൂല്യനിർണ്ണയം, ഹരിതവും സുസ്ഥിരവുമായ സ്കൂൾ ക്യാമ്പസുകൾ ഇവയെല്ലാം PM ശ്രീ സ്കൂളുകളിൽ മാതൃകാപരമായി നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ രീതിയാണ് PM ശ്രീ പദ്ധതി. ഓരോ സ്കൂളുകളുടെയും വികസനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ സമഗ്ര മാറ്റം കൂടിയാണ് ഈ വിദ്യാഭ്യാസ രീതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. മാതൃകയാക്കേണ്ട ഒരുപാട് മാറ്റങ്ങൾ സ്കൂളുകളിൽ കൊണ്ടുവരിക എന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. പ്രായോഗിക വ്യക്തിഗത കഴിവുകളുടെ വികാസം ഉറപ്പുവരുത്തി മികച്ച പൗരന്മാരെ വാർത്തെടുക്കുകയാണ് PM ശ്രീ ലക്ഷ്യമിടുന്നത്. മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് ഈ ദീർഘവീക്ഷണം സാധ്യമാക്കിയത്. ദേശീയ വിദ്യാഭ്യാസ നയം പരിഷ്കരിച്ചതിലൂടെ സമഗ്ര മാറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത്. കുട്ടികളിലെ ശാരീരിക മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം അവരുടെ വ്യക്തിവികാസത്തിനും പ്രത്യേകമായ ലക്ഷ്യങ്ങൾ ഈ പദ്ധതിയിലുണ്ട്. കൂടാതെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളെ സ്മാർട്ടാക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് കേന്ദ്ര സർക്കാർ PM ശ്രീയിലൂടെ ലക്ഷ്യമിടുന്നത്. 2020 NEP-യിൽ മാറ്റം കൊണ്ടുവന്നു. ഇതിന്റെ തുടർച്ചയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ PM ശ്രീ. ഇതോടെ PM ശ്രീ സ്കൂളുകളും നിലവിൽ വരുന്നു. 2022 PM ശ്രീ പദ്ധതിക്ക് കേന്ദ്രം അംഗീകാരം നൽകുന്നത്. 14,500 സർക്കാർ സ്കൂളുകൾ മാതൃകാ സ്ഥാപനമാക്കി ഉയർത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. 2022-23 മുതൽ 2026-27 വരെ 5 വർഷക്കാലയളവിൽ 27,360 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തുന്നത്. 18,128 കോടി രൂപ, അതായത് പദ്ധതിയുടെ 66% കേന്ദ്രം വഹിക്കും. ഒരു ബ്ലോക്കിൽ BRC അഥവാ ബ്ലോക്ക് റിസോഴ്സിംഗ് സെന്ററിന് കീഴിൽ വരുന്ന 2 സ്കൂളുകളാകും തെരഞ്ഞെടുക്കുക. ശാസ്ത്രം, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കല, കായികം എന്നിവയ്ക്ക് ഊന്നൽ നൽകും. പരിസ്ഥിതി സൗഹൃദ ഹരിത വിദ്യാലയങ്ങളായി നമ്മുടെ സ്കൂളുകൾ മാറും. സോളാർ പാനലുകൾ, ന്യൂട്രീഷൻ ഗാർഡൻ, ഓർഗാനിക് ഫാമിംഗ് എന്നിവയും കുട്ടികളിലേക്ക് എത്തും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഓരോ വർഷവും കൊഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇവരൊക്കെ ആശ്രയിക്കുന്നതാകട്ടെ സ്വകാര്യ സ്കൂളുകളെയും. ഈ സ്വകാര്യ സ്കൂളുകൾ നൽകുന്ന മികച്ച സൗകര്യങ്ങൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായാലോ? അത്തരത്തിൽ ഉണ്ടായ നേട്ടങ്ങളിൽ വിദ്യാർത്ഥികൾ ഇവിടെ തന്നെ തുടർന്നാലോ? ചിന്തിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ക്യാമറാമാൻ രഞ്ജിത്ത് മോഹനൊപ്പം S. ശാലിനി, ജനം, തിരുവനന്തപുരം.